കാത്തിരിപ്പാണ് നമ്മുടെ ജനതയെ ഇരുട്ടിൽ തന്നെ ഇരുത്തുന്നത്. ഇരുട്ടിലിരിക്കാനാ ഇവിടത്തുകാർക്ക് ഇഷ്ടം. വെളിച്ചത്തിനായുള്ള കാത്തിരിപ്പ്. കാത്തിരുന്ന് കാത്തിരുന്ന് കൂടുതൽ ഇരുട്ടിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വൃഥാ ഉള്ള കാത്തിരിപ്പാണെന്ന് അവർക്ക് ബോധം വരണം. അതിന് വെളിച്ചം വരണം. തീപന്തങ്ങൾ പോരാ, അഗ്നികുണ്ഡങ്ങൾ വേണം. തീ ആളാൻ അനുവദിക്കാത്തവരുണ്ട് ഇവിടെ. എതിർപ്പുകൾ വരും, ശക്തമായ എതിർപ്പുകൾ. അത് തരണം ചെയ്യണം. അറിവിലൂടെ മാത്രം. അയ്യപ്പ, സ്വയോ അറിയോന്ന് കരുതി കാത്തിരിക്കണ്ട, അറിയിക്കണം. അടക്കം പറഞ്ഞല്ല, ഇടിവെട്ടും പോലെ. ഇവിടുന്ന് എന്തെങ്കിലും നൽകുന്നതിൽ അയ്യപ്പന് വിരോധമുണ്ടോ? ഇല്ല സ്വാമി. എന്നാ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരണം. ശരി സ്വാമി. അരുവിപുരം, ശിവഗിരി, അദ്വൈതാശ്രമം, 3 വ്യത്യസ്തമായ മുഖങ്ങൾ. 3 കൊടുമുടികളുള്ള ത്രികൂട പർവ്വതം പോലെയാണ്. ദേശാടനത്തിനിടയിൽ പെരിയാർ തീരത്ത് പ്രശാന്ത സുന്ദരമായ സ്ഥലം വാങ്ങാനുള്ള പണം കിട്ടി. ഇവിടെ ക്ഷേത്രവും പ്രതിഷ്ഠയൊന്നുമില്ല. അദ്വൈതമനുസരിച്ചുള്ള പാരായണം, പ്രാർത്ഥന, എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാനും ജ്ഞാനം നേടാനുമുള്ള പുണ്യസ്ഥലം. എത്ര വലിയ കാഴ്ചപ്പാട്. പുലയ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ എടുത്തു വളർത്തി പഠിപ്പിച്ചു, മറ്റുള്ളവർക്കൊപ്പം താമസിപ്പിച്ചു. ആഹാരം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും ഒക്കെ അവര് തന്നെ. ഗുരുത്വത്തിലെല്ലാം വിപ്ലവം അല്ലേ? അതെ. തുറസായ സ്ഥലത്തുനിന്ന് നോക്കിയാലേ സൂര്യന്റെ മഹത്വം മനസ്സിലാകൂ. ഭൗതികമായി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് നോക്കിയാൽ എന്ത് കാണാനാണ്? ഗുരുവിനെ അറിയാൻ സങ്കുചിത്വം എല്ലാം വെടിഞ്ഞ് തുറന്ന മനസ്സോടെ കാണണം. അദ്വൈത ആശ്രമം. അദ്വൈത എന്ന് വെച്ചാൽ? സിമ്പിളായി പറഞ്ഞാൽ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. ആത്മാവും ബ്രഹ്മവും 2 അല്ല, അത് ഒന്ന് തന്നെയാണ്. അദ്വൈത വേദാന്ത അനുശാസിക്കുന്നതും അത് തന്നെയാണ്. സ്തുതികളിലും ഉപനിഷത്തുകളിലും ഗീതയിലുമെല്ലാം അദ്വൈതം ദർശിക്കാനാവും. ആദിശങ്കരന് ശേഷം മഹാഗുരു ഇതിനെ ലളിതമായി അവതരിപ്പിച്ചു. അദ്വൈതാശ്രമം എന്ന ആശയം തന്നെ അതാണ്. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമസ്കാരം സ്വാമി. അയ്യപ്പൻ പുലിപ്പുറത്തോ അതോ കാൽനടയായിട്ടോ വന്നത്? കാൽനടയായിട്ട് തന്നെ. തിരുവനന്തപുരത്ത് പോണോന്ന് വിചാരിക്കുന്നു. അയ്യപ്പൻ വന്നത് നന്നായി. തിരുവനന്തപുരത്ത് കുമാരുണ്ട്. ഇത് കുമാരുവിനെ ഏൽപ്പിക്കണം. പഠന കാര്യങ്ങൾ കുമാരനെ ഏർപ്പാട് ചെയ്യും. ഇത് ആലുംമൂട്ടിൽ ഗോവിന്ദൻ ചാന്നരെ ഏൽപ്പിക്കണം.
ശരി, ഏൽപ്പിക്കാൻ സ്വാമി. അയ്യപ്പന്റെ ഉള്ളിൽ വലിയൊരു ജ്യോതിയുണ്ട്. അറിവിന്റെ, കർമ്മത്തിന്റെ ജ്യോതി. അത് നാട്ടാർക്ക് ഗുണകരാവും. എതിർക്കാനാണ് ചുറ്റുമുള്ളവരുടെ പുറപ്പാട്. ഒരാൾ മാത്രം. എല്ലാ തീയും കെടുത്തിയ ലോകം എങ്ങനെ പാകമാവും? അതെ, ജാതി എന്ന പിശാചിനെ ഹോമിച്ചൊഴിയാതെ അധകൃതർക്ക് മോചനം ലഭിക്കുകയില്ല. ജാതി ചിന്തയും ഭേദചിന്തയും ഒഴിയണം. നാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആൺജാതിയും പെൺജാതിയും മാത്രമേ ഉള്ളൂ. അയ്യപ്പന്റെ പരിശ്രമങ്ങൾക്ക് നാം കൂടെയുണ്ട്. കുമാരുവിന്റെയും ചാന്നാരുടെയും കൂടെ വായിച്ച് പഠിച്ച് വളരണം. ഓ, പോയി വരൂ. ശരി, എന്നാ ആയിക്കോട്ടെ. ആദ്യം ചില വിഘ്നങ്ങളെല്ലാം വന്നെങ്കിലും പിന്നീടെല്ലാം അതിശയം പോലെ നടന്നു. അത് സ്വാമി തന്നെ പറഞ്ഞിരുന്നതാണല്ലോ, ഈശ്വര കാര്യാർത്ഥമായി പോകുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കുമെന്ന്. ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇളനീരഭിഷേകം ചെയ്താൽ മതിയെന്ന് സ്വാമി നിർദ്ദേശിച്ചിട്ടും അത് വകവയ്ക്കാതെ കൊട്ടിയൂരിലേക്ക് ഇളനീർക്കാവുമായി പോയവർക്കും കണക്കിന് കിട്ടി. അപ്പോ പേമാരിയായിരുന്നു. കൊട്ടിയൂരിലേക്ക് പോയ എത്ര പേരെ ഒഴുകിപ്പോയത്? സ്വാമിയുടെ വാക്കിലുള്ള ഭക്തിയും വിശ്വാസവും എല്ലാവർക്കും വർദ്ധിച്ചു. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജഗന്നാഥനെ പ്രതിഷ്ഠിച്ചപ്പോ തന്നെ എല്ലാ വിഭാഗക്കാർക്കും പ്രവേശനവും ദർശനവും നൽകണമെന്ന് നാം പറഞ്ഞിരുന്നു. അത് നടപ്പായോ? സ്വാമി മുൻപൊരു സ്ഥാനം നിർണയിച്ചല്ലോ, അതുവരെ ഇപ്പോഴവർ വരുന്നുണ്ട്. ആ സ്ഥാനം തന്നെ നിങ്ങളിലെ യാഥാസ്ഥികർ കുറെ കൂടി മാറ്റിയില്ലേ? കഷ്ടം തന്നെ. ഇവർക്കെല്ലാവർക്കും പൂർണ്ണ യോജിപ്പ് വരാത്തോണ്ടാണ് സ്വാമി. നിങ്ങളെ ഹോഹോന്ന് വിളിച്ചു കൂവി ഉയർന്ന ജാതിക്കാർ ആട്ടി അകറ്റുമ്പോ നിങ്ങൾക്ക് വിഷമവും വിദ്വേഷവും ഉണ്ടാവാറില്ലേ? സ്വാമി പറയുന്നത് ശരിയാണ്. ആ ദുരവസ്ഥ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അധകൃതരെന്ന് പറഞ്ഞ് നിങ്ങൾക്കും ആട്ടി അകറ്റാൻ തോന്നില്ലായിരുന്നു. അവരെയും അടുത്തു ചെല്ലാൻ അനുവദിക്കുകയായിരുന്നു വേണ്ടത്. സ്വാമി പറഞ്ഞ സ്ഥിതിക്ക് ഒരു വീണ്ടും വിചാരം നടത്തണം. എന്തായാലും 1 വർഷം കഴിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. എന്താ സ്വാമി? ഒരു വർഷം അല്ലേ? അയ്യോ, നല്ല മഴക്കോളാണല്ലോ. നല്ല വെയിലായിരുന്നതിനാൽ കുടയും എടുത്തില്ല. അയ്യോ, ദൂരെന്ന് മഴയുടെ ഇരമ്പം അടുത്തടുത്ത് വരുന്നുണ്ട്. ശിവ 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 ഓം
സ്വാമി, വെറ്റിലക്കൊടിയുടെ വലിപ്പം ഉണ്ടായിരുന്നു ഓരോ തുള്ളിക്കും. നല്ല തണുപ്പും അവിചാരിതമായ മഴ. അല്പനേരമാണെങ്കിലും കനത്തൊരു മഴ പെയ്തു. സ്വാമി ധ്യാനത്തിലായിരുന്നു. ധ്യാനത്തിലും നാം ആ മഴയുടെ നാനാർത്ഥം ഗ്രഹിച്ചു. മഴയുടെ നാനാർത്ഥങ്ങളും. അതെ, നിങ്ങളത് ഗ്രഹിച്ചോ? ഒരു വർഷം കഴിഞ്ഞ് സാധുക്കളെ പ്രവേശിപ്പിക്കുന്ന കാര്യം ആലോചിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരാണ്ടിനെയാണ് ഉദ്ദേശിച്ചത് സ്വാമി. പ്രകൃതിയുടെ മനസ്സ് വിശുദ്ധമാണ്, ലോലമാണ്. അതെപ്പോഴും പാവങ്ങൾക്കൊപ്പമാണ്. ദൈവത്തിന്റെ ഇഷ്ടം മഴയിലൂടെ പുറത്തു വന്നു. ഒരു വർഷം കഴിഞ്ഞു. സ്വാമി, നമസ്കാരം. എവിടെയോ കണ്ട മുഖഛായ. എവിടെന്നാ? എന്നെയോ? ഞങ്ങൾ നെടുങ്കണ്ടേന്നാ. ഞാൻ വിലാസിനി. ഇത് കാളിക്കുട്ടി. കാളിക്കുട്ടിയമ്മ എവിടെ? ആ, ഇങ്ങനെയൊരു അധ്യായം നടക്കട്ടെ. ഏതെല്ലാം നാട്ടിൽ നിന്ന സ്വാമിയെ കാണാൻ ആളുകൾ വരുന്നത്? രോഗികൾ, മനോനില തെറ്റിയവർ. സ്വാമി അറിയാത്തവരായി ആരുണ്ട് മലയാളത്തിൽ? നേരിൽ കാണണമെന്ന് തോന്നി. ആ മുഖത്തോട്ട് നോക്കാൻ വയ്യെന്ന എല്ലാരും പറയണേ. സൂര്യനെ പോലെ. ഇവർക്കും ഒന്ന് കാണണമെന്ന് ആശ. വരൂ. ഇതെന്താ? ആശ്രമത്തിലുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കുറച്ച് വയണയപ്പം. കാളിക്കുട്ടിയമ്മ ഉണ്ടാക്കിയതാ. വയനയപ്പം ഞാനുണ്ടാക്കിയതാ. എന്തൊരു വാസന! മണ്ണിന്റെ വാസന, സ്നേഹത്തിന്റെ വാസന. എനിക്കത് വലിയ ഇഷ്ടം. 3 പേരും ഇത് കിട്ടിയ സന്തോഷം. തൊടിയുടെ പടിഞ്ഞാറ്റ് നിൽക്കുന്ന വയണമരത്തിന്റെ ഇലയാ. കൊച്ചനാശാൻ അമ്മാവൻ നട്ട വയണ. നാണുവിന്റെ ഓർമ്മശക്തി അപാരം തന്നെ. ഇതൊക്കെ എങ്ങനെയാ ഓർക്കാൻ പറ്റുന്നേ? ഓർമ്മകളുടെ ഒരു സമാഹാരമല്ലേ ജീവിത പുസ്തകം. ധ്യാനവും തപസ്സും ഉണ്ടെങ്കിൽ പോയ ജന്മം വരെ ഓർത്തെടുക്കാൻ കാളി.
എന്നിട്ടും എന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. എന്താണ് ആവലാതി പറയണം. രോഗമോ അതോ മനോദുഃഖമോ? രണ്ടായാലും സ്വാമി തീർത്തു തരും. അതൊന്നുമല്ല, ഒന്ന് ദർശിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നു. ഭഗവാൻ കടാക്ഷിച്ചു, അത് മതി. സ്വാമി ഇവരെ അറിയോ? അറിവാണല്ലോ ഇവരും. ഇപ്പോ നമ്മുടെ മനസ്സിൽ കുമാരുവിന്റെ ഭാവനയാണ് മുഴങ്ങുന്നത്. നളിനി ഒന്ന് കേക്കട്ടെ കുമാര. ഏതാണ് സ്വാമി? ദിവാകരൻ നളിനിയോട് പറയുന്നതോ? അതെ, കുമാരുവിന്റെ ഉത്തമമായ ഭാവന. പാവനാംഗി പരിശുദ്ധ സൗഹൃദം നീ വഹിപ്പത് തിലോദനീയമാം ഭാവിയായി മധു ചിതാശവങ്ങളിൽ ഊന്നുപോൽ അശുഭനശ്വരങ്ങളിൽ. ഭക്ഷണം കഴിഞ്ഞ് പോയാ മതി. സ്വാമി ദർശനം കൊണ്ട് തന്നെ സംതൃപ്തിയായി. വഴിനീളെ ഓർക്കാൻ കാവ്യപാഥേയവും കിട്ടി. അറിയുന്നു ഞാൻ നിന്നെ അടരുവാനാകാതെ അണഞ്ഞിടം പ്രാണനായി കൊതിക്കുന്നു കാണുവാനിൻ പ്രിയനേ. നീരണിയും നീർമിഴികൾ നീ വരോളം ഇനിയെന്നും നീ അരികിൽ വരും. ഇനിയെന്നു നാം ചേർന്നിരിക്കും. ഇടനെഞ്ചിലേതോ നെടുവീർപ്പു മാത്രം ഇടറുന്നുവോ നിന്നോർമകളെന്നും ഈ മനം അറിയുകില്ലേ. എന്നെ കൂടെ കൊണ്ടുപോകുന്നാണോ അണ്ണാ? ഒരു നിഴല് പോലെങ്കിലും. എങ്കിൽ നിഴൽ പോലെ കൂടെ വന്നോളൂ. ശരീരത്തിന്റെ അല്ല, ആത്മാവിന്റെ നിഴൽ പോലെ. ആണോ അണ്ണാ? ഈ വയണയിലയുടെ വാസന എന്നും കൂടെ ഉണ്ടാവും, നിന്റെ നിഷ്കളങ്കമായ സ്നേഹം പോലെ. Ha ha ha!